യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച ദിവസം പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുവാനും ആ വചനത്തിൽ തന്നെ സമർപ്പിച്ച് വിട്ടുകൊടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്ന, സഹായിക്കുന്ന നല്ല ഒരു സമയമാണ്. ഇന്ന് ഈ ശനിയാഴ്ച ദിവസം എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എല്ലാ കുടുംബത്തിങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കുടുംബത്തിനകത്ത് സ്നേഹം, കൂട്ടായ്മ, പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, ഏതെങ്കിലും തരത്തിൽ സ്വരച്ചേർച്ചയോ ഭിന്നതയോ മിണ്ടാതിരിക്കുന്ന അവസ്ഥയോ പിണങ്ങി മാറിയിരിക്കുന്ന അവസ്ഥയോ അകന്നിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ, വീട്ടിലുള്ളവരെയൊക്കെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളൊന്ന് പറയണം, ഈ വീട് എനിക്ക് ദൈവം തന്നതാണ്. എൻ്റെ ഭവനത്തിലുള്ള ഈ പ്രിയപ്പെട്ടവർ ദൈവം ഒരുക്കി തന്നവരാണ് എനിക്ക്. എല്ലാവർക്കും സ്നേഹം ഒരുപാട് വേണം, പക്ഷെ പലരും അത് ഒട്ടുമേ കൊടുക്കാൻ തയ്യാറല്ല. എല്ലാവർക്കും സ്നേഹം വലിയ കൊട്ട നിറച്ച് വേണം, എനിക്കിങ്ങോട്ട് സ്നേഹം വേണം, കരുതൽ വേണം എന്നെല്ലാം ചിന്തിക്കും. പക്ഷെ ഒരു കടുകോളം പലരും കൊടുക്കാൻ തയ്യാറല്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അപ്പുറത്തെ ആളും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സ്നേഹവും കരുതലും മനസ്സിലാക്കുന്ന അവസ്ഥയുമൊക്കെ. ഇന്ന് പ്രാർത്ഥിക്കുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. കുടുംബത്തിലൊത്തിരി അസ്വസ്ഥതകൾ ഉള്ള കുടുംബങ്ങളുണ്ട്. ദൈവം നൽകിയ കുടുംബം അമൂല്യമാണ്, ശ്രേഷ്ഠമാണ്. ദൈവം നൽകിയ ആ കുടുംബ ബന്ധം, കുടുംബത്തിനകത്തുള്ള ആ ബന്ധം, അത് പണം കൊടുത്തു മേടിച്ച ബന്ധമല്ല, വില കൊടുത്തു മേടിച്ച ബന്ധമല്ല. അത് ദൈവം അനുഗ്രഹിച്ചു തന്ന ചില ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളൊക്കെയും അമൂല്യമാണ്. അത് നമുക്ക് ചുമ്മാതെ നിലനിർത്താൻ കഴിയില്ല. നമ്മുടെ ദൈവം തന്ന ബന്ധങ്ങൾ ഓട്ടോമാറ്റിക്കായി നിലനിന്നോളൂ എന്ന് ചിന്തിക്കല്ലേ. അത് നിലനിർത്തിക്കൊണ്ടു പോകാനൊരു കഴിവ് വേണം. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരു ദൈവാനുഗ്രഹം വേണം. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരു പ്രത്യേക ദൈവസഹായം ആ വിഷയത്തിനകത്ത് വേണം. നിലനിർത്തിക്കൊണ്ടു പോകാൻ ബഹുമാനം, പരസ്പരമുള്ള വിശ്വാസം, പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഒപ്പത്തിനൊപ്പം വളരുമ്പോഴാണ് നല്ല ബന്ധങ്ങളും നിലനിൽക്കുന്നത്. ഇവിടെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നാൽ ആ ബന്ധം എത്ര വലുതാണെങ്കിലും നിമിഷ നേരം കൊണ്ട് അത് തവിടുപൊടിയാവും. ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് സ്നേഹം ഉണ്ടാകാൻ, കുടുംബത്തിനകത്ത് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ, ദൈവവചനം അനേകം കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ, വിടുതലുകൾ കൊണ്ടുവരാൻ പ്രാർത്ഥനയോടെ കുടുംബങ്ങളെ കണ്ടോണ്ട് ഈ വചനം ഒന്ന് കേൾക്കാം. എത്ര വർഷം പരിശ്രമിച്ചാലും ചിലപ്പോൾ നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന ഒന്നാണ് ഒരു മനസ്സ്. ചെറിയൊരു കാര്യമായ ബന്ധം, അതൊന്നും പണം കൊടുത്തു നേടാൻ, വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് ദൈവാനുഗ്രഹമായി വന്നു ചേരുന്നതാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശനിയാഴ്ച ദിവസമായാലും കുടുംബങ്ങളിലുള്ള വിഷമങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ എന്നും വഴക്കാണ്, സ്വരച്ചേർച്ച, എത്ര വർഷമായി, എത്ര നാളായി, ഒരു കാര്യത്തിനകത്തൊരു സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പണ്ട് നല്ല സന്തോഷമായിരുന്നു, പക്ഷെ എന്തോ ഇന്ന് പലതും
ആ ഒരു ഭിന്നത വന്നിരിക്കുന്നു. അത് മാറി വരും. ഇതെനിക്ക് ദൈവം തന്ന വീടാണ്, ഇതെനിക്ക് ദൈവം തന്ന ബന്ധമാണ്, ഇതെനിക്ക് ദൈവം തന്നതാണ്. അന്ന് വിശ്വസിച്ചൊന്ന് നിങ്ങൾ പറ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിറയും. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയട്ടെ. ദൈവം തന്ന സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്നേഹത്തിനകത്തൊരു മധുരമുണ്ട്. നമ്മുടെ സ്നേഹം സാധാരണ സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കുറവായി, കുറ്റമായി, വഴക്കായി, എത്ര കൊടുത്താലും സംതൃപ്തിയില്ല, സന്തോഷമില്ല, എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പരാതിയാണ്, കുറ്റാരോപണമാണ്. പക്ഷെ ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം കൊണ്ട് അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, എനിക്ക് ദൈവമേ നീ എന്നെ സ്നേഹിച്ച ആ സ്നേഹത്തിൽ നിന്നോണ്ട് സ്നേഹിക്കാൻ കഴിയണം. ആ സ്നേഹം പിണങ്ങുന്നതല്ല. ആ സ്നേഹത്തിനകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു മനസ്സിലാക്കലുണ്ട്. നമ്മളെല്ലാം പ്രാധാന്യത്തോടെ കാണുന്നൊരു വാക്കാണ് ലവ്. വാക്കിനേക്കാളൊക്കെ ആഴമുള്ള, ബലമുള്ള, വിശ്വാസമുള്ളൊരു വാക്കിതാണ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഐ ലവ് യു എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് നിന്നോട് വെറുപ്പാന്നും പറഞ്ഞവരുണ്ട്. എനിക്ക് നിന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല, നിനക്കൊന്ന് പോയി തരാവോ, നമ്മളങ്ങനെ ചിന്തിക്കും. പക്ഷെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിൻ്റെ സാഹചര്യം എനിക്ക് മനസ്സിലാവും. നീ ഇപ്പോൾ പറഞ്ഞ് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിച്ചല്ലോ, നീ അതിനെക്കുറിച്ച് ടെൻഷൻ ആകണ്ട, എനിക്കത് മനസ്സിലാവും. നീ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ എന്നോട് പറഞ്ഞു, പറയാൻ കൊള്ളാത്ത വാക്കുകളൊക്കെ എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് വിഷമമുണ്ടായി, പക്ഷെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. നിൻ്റെ ആ വിഷമത്തിൽ പറഞ്ഞാൽ എനിക്കറിയാം, നിൻ്റെ ഉള്ളിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അതൊരു വേറൊരു ആഴമുള്ളൊരു തലമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ ആഴത്തിൽ വർദ്ധിക്കട്ടെ, മനസ്സിലാക്കാൻ കഴിയുന്നൊരവസ്ഥ. എനിക്ക് എൻ്റെ വീട്ടിലുള്ള എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ജീവിത പങ്കാളി, മക്കൾ, എൻ്റെ വീടിൻ്റെ സാഹചര്യം ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം. എനിക്കത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും പെരുമാറാനും പറ്റണം. നിസ്സാരമല്ല, അനുഗ്രഹമാണ്. ദൈവവചനം പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും ഞാൻ നൽകും. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ആ ദൈവത്തിൻ്റെ കടാക്ഷമാണ്. എല്ലാ കുടുംബങ്ങളെയും ഒന്ന് ഓർക്കട്ടെ. ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അല്ലെങ്കിൽ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് ഇന്ന് ശനിയാണ്, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസം, ചൊവ്വാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 5:30 ഒരു 5 മിനിറ്റ് കൂടുതലെടുക്കും. രാവിലെയുള്ളൊരു 15 മിനിറ്റ് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ആ വീട്ടിലുള്ള സാഹചര്യം എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സമയമാക്കി മാറ്റുവാണ്. സാധ്യമായ എല്ലാവരോടും ഇത് പറയണം. ആ സമയത്ത് തന്നെ ഒരുമിച്ച് വന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ടൈം പീസൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് ക്രമീകരിച്ച് വെച്ച് എഴുന്നേക്കാൻ ശ്രമിച്ച് പ്രിയപ്പെട്ടവരോട് പറഞ്ഞ്, ബന്ധുമിത്രാദികളോട് പറഞ്ഞ്, നിങ്ങൾ ഓർത്തു നോക്കിക്കേ, കൂരിരു പരക്കുന്ന ഒരു കാലമായത്. പ്രശ്നങ്ങൾ, പ്രതിസന്ധി, കൊലപാതകം ഒക്കെ വർദ്ധിച്ചു വരുന്നു, പ്രതിസന്ധികൾ. അതിനിടയിൽ നമ്മളെപ്പോലെയുള്ള ചിലർ പുരമുകളിൽ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ വചനമായി നിൽക്കേണ്ടവരാണ്. ആ ഇരുട്ടിനെ മുഴുവൻ മാറ്റാൻ പറ്റിയില്ലേലും പറ്റും പോലെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഒരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ പറ്റും. സുവിശേഷത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ വിളക്കുമായി എഴുന്നേറ്റു നിൽക്കേണ്ടവരാണ്. പറ്റും പോലെയുള്ള ഇരുട്ടിനെ മാറ്റേണ്ടവർ, ആ നിയോഗമുള്ളവരാണ് ഞാനും നിങ്ങളും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വഴക്കിലോ വിഷമത്തിലോ അകൽച്ചയിലോ പിരിഞ്ഞ അവസ്ഥയിലോ കുറ്റബോധത്തിലോ തെറ്റിദ്ധാരണയിലോ സംശയത്തിൻ്റെ നിഴലിലോ ഒക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവപ്രവൃത്തി അതിനകത്ത് സംഭവിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന ഉദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി അതിനകത്ത് സംഭവിക്കട്ടെ. മനസ്സിനകത്ത് തട്ടായി അടിഞ്ഞുകൂടിയിരിക്കുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ അതെല്ലാം മാറി ഒരു സ്നേഹത്തിൻ്റെ നിറവുണ്ടാകട്ടെ. എല്ലാവർക്കും ഉണ്ടെന്നേ കുറ്റവും കുറവും, എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ.
ആരും എല്ലാം തികഞ്ഞവരല്ല, ആരും ആരും ദൈവമല്ല, എല്ലാം മനുഷ്യരാണ്. ഒന്നിലധികം കുറവുള്ളവരാ എല്ലാവരും. ഞാനും അങ്ങനാണ്. പക്ഷെ എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അത് ദൈവം തന്നാലേ ഉള്ളൂ. അത് വില കൊടുത്തു വാങ്ങാൻ, പണം കൊടുത്തു വാങ്ങാൻ പറ്റത്തില്ല. എല്ലാവർക്കും സ്നേഹം വേണം. എനിക്ക് എൻ്റെ ആഗ്രഹം സ്നേഹം ഒരു കൊട്ടയ്ക്കകത്ത് നിറച്ച് കിട്ടണമെന്നാണ്. കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ പിശുക്കാണ്, കടുകോളെ കൊടുക്കത്തുള്ളൂ. നമ്മുടെ ഒരു കുഴപ്പമാണ്. ഞാൻ സ്നേഹം പ്രതീക്ഷിക്കുന്ന പോലെ എന്നിൽ നിന്നും ആരൊക്കെയോ സ്നേഹത്തെയാണ് പ്രതീക്ഷിക്കുന്നത്, എൻ്റെ ഒരു നല്ല വാക്കാണ് പ്രതീക്ഷിക്കുന്നത്, പ്രാർത്ഥനയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കങ്ങനെ ആകാം. ഞാൻ എനിക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേക വിഷയമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കുന്നത് ചില നിയോഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും. ദൈവം അതിനകത്ത് ഇടപെടാൻ കാരണമാകും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ സമയത്ത് നടന്നു വരില്ല ചിലത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത് അത് ഭംഗിയായി നടക്കും. അതിനൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർ, അയച്ചു കൊടുത്തവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, ഷെയർ ചെയ്യുന്നവർ, ഗ്രൂപ്പിലിടുന്നവർ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഒരുപാട് ശുശ്രൂഷകരുണ്ട് പല ഭാഗത്തും. അവരെല്ലാം നന്ദിയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ കാണുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ചിലപ്പോൾ തേക്കാൻ മറന്നുപോകും, ഷൂ പോളിഷ് ചെയ്യാൻ മറന്നുപോകും. ചിലപ്പോൾ പറയില്ലേ, ഞാൻ ഫോൺ വിളിക്കാൻ മറന്നുപോയി, മെയിൽ അയക്കാൻ മറന്നുപോയി, പൈസ എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. ഫോൺ എടുക്കാൻ മറന്നുപോയി. ഇതൊക്കെ പെട്ടെന്ന് അറിയും, ഇതൊക്കെ മറന്നുപോയാൽ. ഇപ്പം വസ്ത്രം തേക്കാതെ പോയാൽ അന്നേരെ കാണുന്നവർ ചോദിക്കും, തേച്ചില്ലായിരുന്നോ, അലക്കിയില്ലായിരുന്നോ? തലമുടി ചെയ്യാൻ മറന്നു പോയാലോ അന്നേരെ ചോദിക്കും, നീ തലമുടി ചെയ്യാൻ മറന്നോ? തലമുടി ചെയ്യിട്ടില്ല. ഇതൊക്കെ മറന്നു പോയാൽ പെട്ടെന്ന് ഷൂ പോളിഷ് ചെയ്യാൻ, നീ ഫോൺ വിളിക്കാൻ മറന്നല്ലോ, നീ മെയിൽ അയക്കാൻ മറന്നുപോയില്ലേ, ഇതെല്ലാം പെട്ടെന്ന് ഓർമ്മപ്പെടുത്തും. പക്ഷെ ഒരാൾ പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും മറന്നുപോയാലോ ആരും ചോദിക്കത്തില്ല, ആരും പെട്ടെന്നൊന്നും അറിയുകയില്ല. ആരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ പുറത്തിറങ്ങിയ, നീ ഇന്ന് പ്രാർത്ഥിക്കാൻ മറന്നുപോയോ, നീ ദൈവത്തിൽ ആശ്രയിക്കാൻ മറന്നുപോയോ, ആരും ചോദിക്കത്തില്ല. പക്ഷേ നാളുകളായി പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനൊക്കെ മറന്നുപോയവരാ ജീവിതത്തിൽ ഒരുപാട് ചുളിവുകളായി നടന്നു പോകുന്നത്. ചിലരൊക്കെ ചെന്ന് ഇടിച്ച് താഴെ വീണു, വലിയ നഷ്ടങ്ങളിൽ ചെന്ന് പെട്ടു. അവരൊക്കെ നാളുകളായി പ്രാർത്ഥിക്കാൻ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് പ്രാർത്ഥിച്ച മനുഷ്യനാണ് ചോദിച്ചത്, നിങ്ങൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? അതൊക്കെ കുറവാണ്, ഒക്കെ അങ്ങനെ ഓർക്കാറില്ല, തിരക്കാണ്, സമയം കിട്ടാറില്ല. ബാക്കിയെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആൾക്കാരുണ്ട്. നമ്മൾ തലമുടി ചെയ്യുകയില്ലെങ്കിലും കണ്ണാടി പോയി നോക്കുമ്പോഴേ അറിയാം. ആ കണ്ണാടി നമ്മളോട് കാണിച്ചു തരും, നീ തലമുടി ചെയ്യാൻ മറന്നു, ബട്ടൺസ് ഇട്ടത് ശരിയായിട്ടില്ല, എല്ലാം ഓർമ്മപ്പെടുത്തും. പ്രാർത്ഥിക്കാൻ മറന്നുപോയാൽ അതാരും ഓർമ്മപ്പെടുത്തൂല. ജീവിതത്തിൽ ഒരുപാട് ചുളിവുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി പോകുന്നവരെ കാണുമ്പോൾ അറിയാം, ഇവരൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ എവിടെയൊക്കെയോ മറന്നുപോയി, തിരക്കിനിടയിൽ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, വചനം ധ്യാനിക്കാൻ മറന്നുപോയി. മറന്നുപോവല്ല്. ആരും ചോദിച്ചൊന്നും വരില്ല, നിർബന്ധിച്ചൊന്നും വരില്ല. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തോടെ, വിജയത്തോടെ, നന്മയോടെ, സൗന്ദര്യത്തോടെ മുന്നോട്ട് പോകാൻ ഇത് മറക്കരുത്. പ്രാർത്ഥിക്കാൻ മറക്കരുത്. വചനം കേട്ട് ഒരു നിമിഷം ദൈവസന്നിധി ചെലവഴിക്കാൻ മറന്നു പോകരുതെന്ന്. ഇന്നൊരു വചനം കേൾക്കാം, അതിനോട് തരും. നമ്മൾ അതേ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ച് ദൈവത്തിന് ഇച്ചിരി പൈസ കൊടുത്താൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അങ്ങനെ ചിന്തിക്കല്ലേ. മനുഷ്യന് പൈസ കൊടുത്താൽ ചിലപ്പോൾ കാര്യം നടന്നു കിട്ടും. ആ പേപ്പർ ശരിയാക്കി തരും, ആ ഒപ്പിട്ട് തരും, അല്ലെങ്കിൽ ആ കാര്യമൊക്കെ നടത്തി തരാൻ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. നമ്മൾ അതേപോലെ തന്നെ ചിന്തിക്കുക, മനുഷ്യനെ പോലെ തന്നെയാണ് ദൈവത്തിന് കുറച്ച് പൈസ കൊടുത്തേക്കാം, കുറച്ച് ഡൊണേഷൻ അങ്ങ് കൊടുത്തേക്കാം,
കുറച്ച് പൈസ അവിടെ കൊണ്ട് ആ പെട്ടിക്കകത്തിട്ടാൽ എല്ലാ കാര്യവും ശരിയാവും. ഞാനത് എതിര് പറയുമല്ല. പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല. എൻ്റെ നാമത്തെ അനുസ്മരിക്കാൻ, ഓർക്കാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും സമയം കണ്ടെത്തുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം ഒരു യുവതി എന്ന നിലയിൽ നിങ്ങളായിരിക്കാം. ദൈവമേ എന്ന് വിളിക്കുന്ന ഒരാളായിരിക്കാം. ദൈവത്തിൻ്റെ വചനത്തെ ദിവസവും ധ്യാനിക്കുന്ന ആളായിരിക്കാം. ആ വചനത്തിനു വേണ്ടി നിൽക്കുന്ന ആളായിരിക്കാം. ആ വചനത്തെ അനേകർക്ക് അയച്ചു കൊടുക്കുന്ന ഒരാളായിരിക്കാം. അനേകരിലേക്ക് ആ വചനം കേൾക്കാൻ ഒരു വഴി തുറക്കുന്ന ഒരാളായിരിക്കാം. കാര്യം നിസ്സാരമായിട്ടൊക്കെ തോന്നും. പക്ഷെ വചനം പറയുക, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവരുടെ അടുക്കലേക്ക് വന്ന് അവരുടെ അടുത്തേക്ക് ഞാൻ വരും. വേറൊന്നും ചെയ്യണ്ട. എന്നിട്ടോ ഒരു ഹായ് പറഞ്ഞു പോകുന്നല്ല, നിങ്ങളെ ബ്ലസ് ചെയ്യും, നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പ്രശ്നത്തിനകത്താണോ, കുഴഞ്ഞു മറിഞ്ഞൊരു വിഷയത്തിനകത്താണോ, എങ്ങനെ പുറത്തു കിടക്കുമെന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കോടികൾ മുടക്കിയാലും എൻ്റെ പ്രശ്നം തീരുകയെന്നൊക്കെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം നിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങും, നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും, നിൻ്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ ദൈവം നിൻ്റെ കരം പിടിക്കാൻ തുടങ്ങും. ഞാൻ മുട്ടി തുറക്കാൻ ശ്രമിച്ച എല്ലാ വാതിലും ആരോ എൻ്റെ മുമ്പിൽ കൊട്ടി അടച്ചിരിക്കുന്നു. സാരമില്ല, അടുത്ത വാതിൽ നിനക്ക് വേണ്ടിയുള്ളതാണ്. അടുത്തത് തുറക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ വരും. ദൈവം നിനക്ക് വേണ്ടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവത്തിൻ്റെ വചനം വീട്ടിലിരുന്നാണോ കേൾക്കുന്നത്, ആ വീട്ടിലേക്ക് ദൈവ സാന്നിധ്യം വരും. ഈ വചനം ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുക. യാദൃശ്ചികമായി അവനത് കേട്ടെന്നിരിക്കട്ടെ, അവൻ്റെ ഭവനത്തിൽ ഞാൻ നിമിത്തമായി ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങും. അതൊരു ചെറിയ ഉപകാരമല്ല. ഒരാൾക്ക് ദൈവത്തെ കൊടുക്കുക, ദൈവവചനത്തെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കോടാനുകോടി രൂപ കൊടുക്കുന്നേക്കാൾ വലിയ സമ്മാനമാണ്. കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം അത്. കാരണം അതിലൂടെ ഒരു വ്യക്തി രക്ഷപ്പെടും, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും, ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വഴിത്തിരിവാകും. ചിലപ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരെ എന്ന് അവർ കയറി വരാൻ കാരണമാവും. ചിലപ്പോൾ അവരുടെ ജീവിതത്തെ, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഡിപ്രഷൻ എന്ന കൂരിരുട്ട്, നിരാശയുടെ കൂരിരുട്ട് മാറാൻ അവർ ഒറ്റ കാര്യമായിരിക്കും കാരണമായ. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. നാളെ ഡെയിലി ബ്ലെസ്സിങ് നിയോഗ പ്രാർത്ഥനയൊക്കെ കൂടുന്ന ഒരു കാര്യം അറിയിക്കട്ടെ. നാളെ 5:30 ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കുന്ന ഒരു സമയമുണ്ട്. നാളെ 5:30 ഡെയിലി ബ്ലെസ്സിങ്ങിൽ നിയോഗ പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ഒരു കൂട്ടായ്മ പോലെ ഓൺലൈനായിട്ടാണ്. ഒരു 15 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളും അത് ഷെയർ ചെയ്യുന്നവർ, അയക്കുന്നവർ എല്ലാവരെയും ഒന്ന് ഓർത്ത്, സാധ്യമായവരെല്ലാം ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ചുമൊക്കെ പറ. ഒരു 10 മിനിറ്റ് ദൈവസന്നിധിയിൽ ടൈം പീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് അല്പം നേരത്തെ എഴുന്നേറ്റ് ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കുക. ഒരു 15 മിനിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നൽകിയ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു കുടുംബമാണല്ലോ, ഒരു കുടുംബമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതിന്ന് നടക്കട്ടെ. ഈ വചനം ഇന്ന് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ കേട്ടത് കുറേ പൈസ കൊടുത്ത് മേടിച്ചെടുക്കുന്ന നന്മകളെക്കുറിച്ചല്ല. എൻ്റെ നാമം അനുസ്മരിച്ച് അതിന് 5 പൈസ ചിലവില്ല. അതിന് കുഞ്ഞൊരു നല്ല മനസ്സ് മതി. അതിന് പണം വേണ്ട. കീശേന്ന് 1 രൂപ 10 രൂപ എടുത്ത് തെന്നിച്ച് നോക്കേണ്ട ആരുമില്ല. അതിന് നല്ലൊരു മനസ്സ് മതി. ആ ഇരിക്കുന്ന കസേരയിൽ, ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് ഓർക്കാൻ കഴിഞ്ഞാൽ മതി. ദൈവമേ, അങ്ങനെ ഞാൻ ധ്യാനിക്കുന്നു, ആ വചനം ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭവനത്തിനകത്ത് വരണം, എൻ്റെ ജീവിതത്തിനകത്ത് വരണം, എൻ്റെ നിയോഗത്തിനകത്ത് വരണം, എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഇറങ്ങി വരണം. പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി സംഭവിക്കും. ആ കുഴഞ്ഞു മറിഞ്ഞ വിഷയമില്ലേ, കോടികൾ പറയുന്ന വിഷയമില്ലേ, അതിനകത്ത് ദൈവം പ്രവർത്തിക്കും. അതിനകത്ത് ദൈവം പ്രവർത്തിക്കും. അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. കലങ്ങിയ വെള്ളം തെളിയുന്ന പോലെ അതിനകത്തൊരടയാളം കാണും. കർത്താവ്, അങ്ങയുടെ വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും, ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന പരാജയങ്ങളിൽ നിന്നും,
പതർച്ചകളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ. സമാധാനം തരണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സമയമാണ്. രാവിലെ ഇന്ത്യൻ സമയം 5:30 തന്നെ സാധ്യം. എല്ലാവരും ഒരുമിച്ച് കൂടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു അനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. നാളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. സാധ്യമായ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം, അറിയിക്കണം. ദൈവസ്നേഹത്തെ പ്രതി അത് അറിയിക്കുക. നാളെ 5:30 കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.